എല്ലാവർക്കും എൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് സ്വാഗതം. ഞാനിത് കുറേ നാൾ കൂടിയിട്ടായിട്ടോ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണത്. എൻ്റെ കൃഷിയൊക്കെ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ. ദേ ഇപ്പം നോക്കിയേ, പാവലയിലൊക്കെ കായായി തുടങ്ങി. ദേ വേണ്ട ബീൻസ് ദേ പൂത്ത് നിൽക്കുന്നു. ഇവിടെ പാവലയിലെ പാവയ്ക്ക കാണും. ഞാൻ അപ്പുറം വരാം. പാവയ്ക്കത് വലുതായി തുടങ്ങി. ഇതൊക്കെ പറിക്കാറായി. അല്ല ഇത് പറിക്കാറായിട്ടുണ്ട്, ഇത് പറിക്കാറായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആവണം. പിന്നെ ചെറിയ ചെറിയ പാവയ്ക്കകളുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഇതൊന്നെടുത്ത് കളയട്ടോ, തൂങ്ങി തൂങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ പാവയ്ക്ക എന്താ, ഇതൊക്കെ ഇനി മൂടി കെട്ടിയിടണം. ഈ കറുത്ത് കറുത്ത് കിടക്കണതിനറിയോ, നിത്യവഴുതനയാണ് കേട്ടോ. അത് നിത്യവഴുതന ഉണങ്ങിപ്പോയതാണ്. വേനൽക്കാലത്ത് പറിക്കാതെ കിടന്ന് സുഖമില്ലാതെയൊക്കെ വന്നപ്പോൾ ഞാൻ പറിച്ചില്ല, അന്നേരം അതെല്ലാം ഉണങ്ങിപ്പോയി. അതാണ് ഇത് ഈ കിടക്കുന്നത്. എല്ലാം പൊട്ടി താഴെ വീണ് കഴിഞ്ഞാൽ കിളുത്തോളും. മുളക് കണ്ടോ, മുളകയിൽ മുളകായി തുടങ്ങി. ഇപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് മുളകായി തുടങ്ങി. ഇത് സാമ്പാർ ചീര, ഇതാണ് സാമ്പാർ ചീര കേട്ടോ. ഇനി വേറൊരു കൂട്ടം കാണിച്ചതാണ് ബീൻസ്. ഉണ്ടോ ബീൻസ് ഇരിക്കണ്ട, ബീൻസിൽ ഒരെണ്ണത്തിൽ ചെറിയൊരു കായ് വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതൊക്കെ പോയി. പാവലയിൽ പാവയ്ക്ക ഇത് പറിക്കാറായിട്ടുണ്ട്. ഈ പാവയ്ക്ക കേട്ടോ, ഇതൊക്കെ ഇനി പറിക്കണം. ഇനി കാണിച്ചു തരാം ഒരു സൂപ്പറോടെ. നിത്യവഴുതന കയറി വന്നുണ്ടോ, ഇത് നിത്യവഴുതനയാണേ. നിത്യവഴുതന ഈ പാവലിൻ്റെ ഇതിലെ കൂടെ തന്നെ കയറി വരുന്നുണ്ട് മേലോട്ട്. പാവലെ കൂടെ തന്നെ കയറി പോകണത്. കുഞ്ഞു കുഞ്ഞു പാവയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ടത്. ഇത് പൂ വിരിഞ്ഞിട്ടില്ല, ഇത് പൂ വിരിഞ്ഞത്. ഇതിന്മേലിനി ഇതേപോലെ കടലാസ് കുത്തിയിരുന്നു. ഇത് കണ്ടോ, നീല കാന്താരി മുളകുണ്ട് കേട്ടോ. ഇലയുടെ കളറും കായയുടെ കളറും ഒന്നായത് കാരണം അത് കാണാൻ എത്ര പറ്റില്ല, എന്നാലും അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന് വന്ന് അടുപ്പിച്ചെടുത്തേ പോകും. മുളക് കണ്ടോ, ഇതാണ് നീലക്കാന്താരി. ഇതിൻ്റെ തന്നെ ഉണ്ട മുളകുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെയൊക്കെ പോയി എൻ്റെ കയ്യിൽ. ഇത് ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. കടപ്ലാവയിലെ ചക്ക കാണിക്കും. കടപ്ലാവയിലെ ചക്ക ഉണ്ടായിരുന്നു. പാവയ്ക്ക ഇതുണ്ട്, അതുണ്ട്. കടപ്ലാവയിൽ ചക്കയായി തുടങ്ങി. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഒരുവിധം മൂത്ത് തുടങ്ങേണ്ടതാണ്, പക്ഷേ ഇപ്രാവശ്യം ഒത്തിരി താമസിച്ചെന്ന് തോന്നുന്നു. കുറച്ച് കായേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നിറച്ചുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു 8-10 എണ്ണത്തിൽ കൂടുതലില്ല ഇതിന്മേൽ. സൂം ചെയ്തെടുക്കും, അതിന് നല്ലപോലെ കാണാൻ പറ്റും. അങ്ങനെ കടപ്ലാവയിലെ ചക്കയായി. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടുണ്ടാണ്. ആദ്യം കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ആദ്യമായിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം ഉണ്ടായി. ഇത് വാളരിപ്പയറാണ് കേട്ടോ, അതിൻ്റെ തൈയാണത്. 1 2 3 അവിടെ നിൽപ്പുണ്ട്, അപ്പുറത്ത് നിൽപ്പുണ്ട്. 3-4 ചോടുണ്ട് അതിൻ്റെ വാളരിപ്പയറിൻ്റെ. അത് എന്താ കപ്പപ്പയറെന്നോ അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട് ഇതിന്.
ഞാൻ വളരിപ്പയറെന്നാണ് പറയണത്. ഈ അരിവാള് പോലെ വളഞ്ഞ് നിൽക്കണ പയർ, കാരണം വളരിപ്പയറെന്നാണ് ഞാൻ പറയണത്. പിന്നെ മത്തയാണ് കേട്ടോ പടർന്ന് നിൽക്കണേ. മത്ത പടർന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ കായ ഉണ്ടായിട്ട് അതുമേലെ ഇപ്പോൾ കായ പിടിക്കണില്ല. കായ പിടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. കാണുന്നവർ കൃഷിയിലൊക്കെ ഒത്തിരി ഇതുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇനി കായ പിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണേ. ഇതാണ് കേട്ടോ എൻ്റെ കോഴിക്കുട്ടന്മാർ. ഞാൻ പുതിയ കോഴിക്കുട്ടന്മാരെ വാങ്ങിച്ചിട്ടു. അവന്മാരാണിത്. കയ്യിൽ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ കയ്യിലങ്ങ് കൊത്തും. ഇപ്പം 2 കറുത്ത കോഴിയുണ്ട്, ബാക്കി മുഴുവൻ ചുവന്നതാണ്. അതിനകത്ത് 2 പൂവനുണ്ട്. ഒരു കറുമ്പൻ്റെ ഒരു ചുവപ്പിൻ്റെ പൂവനുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ കാല് ഇന്നാൾ ഒടിഞ്ഞു പോയിട്ട് വാങ്ങിച്ചിട്ട് അന്ന് തന്നെ ഒരെണ്ണത്തിനെ പിടിച്ചു. കാട്ടുമാക്കാനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തോ പിടിച്ചിട്ട് അത് ചത്തുപോയി. പിന്നെ ഒരെണ്ണത്തിന് കാല് പാടില്ലാതെ അത് പതുക്കെ ഞൊണ്ടി നടപ്പുണ്ട് അതിനകത്ത്. അല്ല പാവ, അത് മാത്രമാണ് ഏറ്റവും ചെറുതിപ്പോൾ. അയ്യോടാ, അതിന് മേത്ത് അത് മറ്റവന്മാർ വന്ന് ഉപദ്രവിക്കണ. ഇവിടെ മുഴുവൻ കൊതുകാണ്. അത് കാരണം ഒരു രക്ഷയില്ല ഇവിടെ നിൽക്കാനായിട്ട്. ആദ്യം ഉണ്ടായിരുന്ന എനിക്ക് ഇതേപോലെ കുറേ കോഴികളുണ്ടായിരുന്നു. അതിനെയൊക്കെ ഞാൻ കൊടുത്തു. ഇപ്പം രണ്ടാമത് ഞാൻ ഇറക്കി വയ്ക്കണ കോഴിയായിട്ടല്ല. 1 മാസമേ ആയിട്ടുള്ളത് വന്നിട്ട്. തീറ്റ ഇട്ട് കൊടുക്കാനും വെള്ളം കൊടുക്കാനായിട്ട് പ്രത്യേക ഒരു പാത്രമുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല സുഖമുണ്ട്. അവർക്ക് വെള്ളം തട്ടി മറിഞ്ഞ് പോവാതെ ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഇതാണ് കോഴിക്കുട്ടം. അവന്മാരെല്ലാം കൂടെ വെളിയിലേക്ക് വരും. അത് കാരണം ഞാൻ തുറക്കുന്നില്ല. എല്ലാം കൂടെ വന്നത് അതൊക്കെ വന്നിരിക്കുക. ഇതാ ഞാൻ തുറക്കണില്ലടാ. ഇപ്പം തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ വെളിയിലേക്ക് വരും അല്ല. ഇതാണ് എൻ്റെ കോഴിക്കുട്ടന്മാർ. ഇതാണ് വളരിപ്പയറിൻ്റെ വലിയ ചൂട് കേട്ടോ. ഇതിന്മേൽ കായ ഉണ്ടായിരുന്നു, ഞാൻ കായ പറിച്ചു. ഇനിയിപ്പോൾ അത് പൂവൊക്കെ ആയി വന്നിട്ടുണ്ട്. വേണ്ട, ഇത് പൂവ്, എൻ്റെ പുറകിലൊക്കെ പൂവുണ്ടായിരുന്നു. അതിന് അതേ ഇവിടെ പൊഴിഞ്ഞു പോയി. പൂവ് ഒരെണ്ണേ ഉള്ളൂ. ഇനി ബാക്കി പൂവൊക്കെ പൊഴിഞ്ഞു പോയി. ഒരു പോലെ പൂവേ ഉള്ളൂ. ഇനി ബാക്കിയെല്ലാം പോയി. മഴ വന്നപ്പോഴേ എല്ലാം പോയി. കണ്ടോ, ഈ പൂവായി വരുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് കാണുന്നുണ്ടോ. ഇതൊക്കെ പൂവായിട്ട് വരണം. അതിൽ താഴെ ഈ പുതിയ കൂമ്പിനൊക്കെ പൂ വരും. ഇനി ഇത്രയേ ഉള്ളൂ. ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇത് ആദ്യം എല്ലാം ഉണങ്ങിപ്പോയതായിരുന്നു. ഇപ്പം രണ്ടാമത് മഴ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം പൊട്ടിക്കിളുത്ത് അപ്പോൾ അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇപ്പം കേട്ടോ, ഈ മഴയത്തെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. വെള്ളമായി നിൽക്കണൊക്കെ അങ്ങനെയാണ്. ഇതെല്ലാം ഇങ്ങനെ നിൽക്കും. ഇത് മാങ്ങായിഞ്ചിയുടെ ചൂടാണ് കേട്ടോ. ഇത് വലിയ ചൂടായിരുന്നു. ഇത് ഇട്ടേക്കണോട് ഇതിങ്ങനെ മറഞ്ഞു കിടക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു വലിയൊരു ഫാഷൻ ഫ്രൂട്ട് കടന്നങ്ങ് കയറി പോകുന്നുണ്ട്. ഇത് ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇതങ്ങ് കടന്ന് കയറി മെയിലേക്ക് പോകുന്നത്. ആദ്യം ഒരെണ്ണം കയറി അത് ഈ നിൽക്കണത് പഴയതൊരെണ്ണം, അതിൻ്റെ കമ്പാണിത്. ഉണങ്ങി പോകുന്നില്ല, ഉണങ്ങിയിട്ടില്ല. ഇതുണ്ട്, ഇതിൻ്റെ ഇല മേലിലുണ്ട്. ഇപ്പം ഇത് പുതിയതായിട്ട് കടന്ന് കയറി പോണതായിരുന്നു. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം കേട്ടോ. അതായത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.